ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. എന്നോട് എന്നും അമ്മ പറയും, നീ എന്താ നന്ദു എനിക്കെല്ലാം ഉണ്ടാക്കി വെച്ചോടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ തമാശ പറയാനാണ്, ഞാൻ ഇന്ന് സീരിയസ് ആക്കി എടുത്തു ഗൈസ്. ഇന്ന് ഞാൻ അമ്മ വരുമ്പോഴേക്കും ഇന്ന് പലഹാരങ്ങളല്ല പലഹാരം ഉണ്ടാക്കി വെക്കും. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ കുറേ പേരുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കണമെന്ന് ചില കമൻറ്റൊക്കെ വരാറുണ്ട്. നന്നാവുന്ന നല്ല നല്ല കമൻസ് വരാറുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട് നന്ദന ഉണ്ടാക്കിയത്, ഞാൻ ട്രൈ ചെയ്ത് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റൊക്കെ വരാറുണ്ട്. എന്നാലും താങ്ക് യു സോ മച്ച്, നിങ്ങളെല്ലാവരും എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നതിന്. എനിക്കങ്ങനെ എന്താ പറയുക, വലിയ വിപുലസമൃദ്ധമായ സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. എന്നാലും ഞാൻ മാക്സിമം പരീക്ഷിക്കാറുണ്ട് നല്ല നല്ല സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പം ഇന്നെന്തായാലും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വഴിയേ പറഞ്ഞുതരാം എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കണേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമുക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വറുത്ത അരിപ്പൊടി വേണം. നാളികേരത്തിന് നല്ല വിലയാണ് ഗൈസ്. അപ്പോൾ ഞാൻ നാളികേരം മേടിച്ചില്ല. നമുക്ക് ആ വീട്ടിലൊക്കെ ആകുമ്പോൾ നാളികേരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഫ്ലാറ്റിലേക്ക് മാറിയതുകൊണ്ട് നാളികേരത്തിന് ഭയങ്കര ക്ഷമമാണ് ഗൈസ്. അമ്മൂമ്മയുടെ അവിടേക്ക് ഉണ്ടാവാറുണ്ട്, അമ്മ കൊണ്ടുവരാറുണ്ട്. പക്ഷേ അമ്മ എനിക്ക് നാളികേരം തരില്ല. ഈ പലഹാരം ചിലപ്പോൾ ഉണ്ടാക്കിയിട്ട് നശിപ്പിച്ചാലോ എന്ന് വെച്ചിട്ട് ഞാൻ നാളികേരം എടുത്തില്ല. അത് കാരണം അപ്പോൾ ഇതിൻ്റെ നാളികേരത്തിൻ്റെ മറ്റേ കോക്കനട്ടിൻ്റെ മിൽക്ക് പൗഡറാണ് കേട്ടോ, അതുണ്ട്. പിന്നെ ഏലക്ക വേണം, ജീരകം വേണം, കുറച്ച് വെളിച്ചെണ്ണ വേണം, പഞ്ചസാര പാത്രമൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര വേണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ വേണം കേട്ടോ ഈ നമ്മുടെ മിൽക്ക് പൗഡറല്ലേ, കോക്കനറ്റിൻ്റെ മിൽക്ക് പൗഡർ തിളപ്പിച്ച വെള്ളത്തിലിട്ട് കുറച്ച് നേരം കലക്കി വെക്കണം. പച്ചവെള്ളത്തിൽ കലക്കരുത്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് മേടിക്കുകയാണെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിൽ കലക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാം. ഗൈസ്, ഞാനൊരു 1.5 ഗ്ലാസ് ഈ ഗ്ലാസ് വലിപ്പത്തിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളത്തിനനുസരിച്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നമ്മുടെ ഗ്യാസ് കത്തിക്കട്ടെ. ഞാൻ ഗ്യാസ് കത്തിക്കുമ്പോൾ 1.5 ഗ്ലാസ് ഒരു ഇളം ചൂടുവെള്ളത്തിലാക്കിയാൽ മതി കേട്ടോ അത്. അപ്പോൾ ഈ 1.5 ഗ്ലാസ് ഈ ഒരു വലിപ്പത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അരിപ്പൊടി 1.5 ഗ്ലാസ് തന്നെ നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു അധികം ഉണ്ടാക്കണില്ല, ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. ഇത് റെഡിയാവില്ലെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ചൂടായി വന്നിട്ട് നമുക്ക് ഈ പൊടി എടുത്ത് അതിലിട്ട് കലക്കി വയ്ക്കാം. ഓക്കെ, ആദ്യം ഇതൊന്നും ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 ഗ്ലാസ് അരിപ്പൊടി പൊട്ടിച്ചിടാം. അപ്പോൾ നമുക്ക് ഇത് ശ്രദ്ധിക്കേണ്ടത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. എന്തിൻ്റെ ഇടയിൽ കൊടുത്ത് കാണണേ, എൻ്റെ ട്രൈപോഡ് ഇങ്ങനെ നാശിപ്പിച്ചു ഗൈസ് ഞാൻ തന്നെ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ തന്നെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടാണ്. എൻ്റെത് വറുത്ത അരിപ്പൊടിയാണ് ഗൈസ്. ഇപ്പോൾ ഇങ്ങനെ മുഖത്തൊക്കെ വരുമെന്ന് അമ്മേ നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിലൊരു പാക്കറ്റ് ഉണ്ട്, അതാണ് പൊട്ടിക്കാൻ പറ്റുന്നത്. ഒരു 1.5 ഗ്ലാസ് എടുക്കാം. വീഴും. ഇത് വീണ കാണാല്ലേ ഗൈസ്, നമുക്ക് ഇതിലങ്ങനെ തന്നെ തട്ടാം, അതാ നല്ലത്. നമുക്കൊരു ഏകദേശം അളവ് വെച്ചിട്ടേ, നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ ഒരു ഏകദേശം അളവ് വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. 1.5 ഗ്ലാസ്സൊന്നും വേണ്ട. നിങ്ങൾക്ക് എങ്ങനെയാണോ, നിങ്ങൾക്ക് കൂടുതൽ കഴിക്കണം തോന്നി ഇപ്പം തന്നെ ഇതൊക്കെ കൂടിപ്പോയേനെ. നിങ്ങൾക്ക് കൂടുതൽ കഴിക്കണം തോന്നിയാൽ ഇവിടെയൊക്കെ ഞാൻ വെള്ളം കളഞ്ഞു നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം ഇനി അധികം തിളയ്ക്കണ്ട, ഓഫ് ചെയ്യാം. നമുക്ക് ഈ സംഭവം നമ്മുടെ പാക്കറ്റില്ലേ അത് പൊട്ടിച്ചതിലിടാം. ഇത് മൊത്തം ഇടണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, നാളികേരത്തിന് മണക്കുണ്ട്. കൊള്ളാം, നല്ല മണക്കുണ്ട്. അയ്യോ, ഇതിലേക്ക് ഇങ്ങനെ ഇടാം. ഇതിട്ടിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കട്ടെ കേട്ടോ, എന്നിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ, നമ്മൾ അരിപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തേങ്ങ, നാളികേരത്തിൻ്റെ സംഭവം ഇതിൽ ചൂടുവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നല്ല ആവി പറക്കുന്നുണ്ട് ഗൈസ്. ഇളം ചൂടുവെള്ളം കൊണ്ട് തിളച്ച വെള്ളം എന്നാണ് എൻ്റെ വിശ്വാസം.
ഇതെന്തായാലും ഒന്ന് ആയിട്ട് നമുക്ക് ഈ ഇരിക്കണ ഏലക്കയില്ലേ, ഏലക്കയുടെ തോല് കളയണം. തോല് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇടണമെങ്കിൽ, ഇതിലേക്ക് മിക്സ് ചെയ്യണമെങ്കിൽ. ആദ്യം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി നന്നായി യോജിപ്പിക്കട്ടെ കേട്ടോ. എന്നിട്ട് വരാം ഗൈസ്. നമുക്ക് ഈ നല്ല തേങ്ങാപ്പാൽ ചൂടുവെള്ളത്തിൽ, തിളച്ച വെള്ളത്തിലിട്ടിട്ടുള്ളതില്ലേ, ഈ അരിപ്പൊടിയിലേക്കൊന്ന് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലിടേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടേ, ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്. ആദ്യം നമ്മളിത് ഒഴിച്ചിട്ട് നല്ല മണം കേട്ടോ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേരാണ് കിണ്ണത്തപ്പം. ഞാനിപ്പോൾ പറഞ്ഞില്ലെങ്കിലേ എന്തോ പോലെ എനിക്ക് ഇങ്ങനെ പറയാനുള്ള ത്വര വന്നുകൊണ്ടിരിക്കുക. നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കേണ്ടതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കട്ട പിടിച്ചു കൈസ്, ഇതാകണ്ട. പഞ്ചസാര ഇടണം. പഞ്ചസാര നമുക്ക് ഏകദേശം എത്ര വേണമെങ്കിലും നമുക്കിടാം കേട്ടോ. കട്ട പിടിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടോ. ഞാൻ 1, 2 ഈ ഒരു സ്പൂണിൻ്റെ വലിപ്പാണേ, 3, 4 സ്പൂണ്. 4 സ്പൂണ് മതിയാവും. നല്ല ചൂടുള്ളതായതുകൊണ്ടേ നമുക്ക് ഇതൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പഞ്ചസാര ഇട്ടു, 4 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. മധുരം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നോക്കാം. മധുരക്കുണ്ട്, കൊള്ളാം, നല്ല സാധനം. നമുക്ക് വെറുതെ തിന്നാനും കൊള്ളാട്ടോ, വെറുതെ വെള്ളം പോലെ കുടിക്കാൻ രസമുണ്ട്. എൻ്റെ ഓരോ ഐഡിയ. ഏലക്കായ നമുക്ക് ഈ മിക്സിയിൽ മറ്റേ സാധനത്തിൽ കുഴയിലിട്ടിട്ട് ഇതാക്കണ്ട. നമുക്ക് കൈ കൊണ്ട് തൊലി പൊളിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ഇത് മാത്രം ഇടാം. ഉള്ളിലുള്ള ഏലക്കയുടെ ഇതില്ലേ അത് മാത്രം ഇട്ടാൽ മതിയേ. ഒരു 2-3 ഇട്ടോ. നല്ലതാണ്. ഏലക്കയുടെ ഒരു സ്മെല്ലിരിക്കണതല്ല. എനിക്ക് ഭയങ്കര സ്മെല്ല് ഇഷ്ടമാണ്. ഏലക്ക കടിക്കുമ്പോഴും ഇഷ്ടമൊക്കെയാണ്, പക്ഷെ അങ്ങനെ അധികം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊന്ന് പൊളിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഇത് ഭയങ്കര കഷ്ടപ്പാടാണ്. നിങ്ങൾ ചോദിക്കും ഞാൻ എന്താ മുടി അയച്ചിട്ടിരിക്കണേ. ഞാൻ കുളിച്ചിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ നനവാണ് കാണുന്നത്. ഭയങ്കരമായിട്ടുണ്ട്. അത് കാരണം ഞാൻ ബാക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ അടുക്കളയിലേക്ക് അങ്ങനെ കയറിയതല്ല കേട്ടോ. നിങ്ങളത് പറയരുത്. ഞാൻ മുടി കെട്ടി വെച്ചിട്ട് കയറാറ്. ഞാൻ ഇപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടല്ലോ. അതുകൊണ്ടാണേ ഞാനൊരു 3 ഏലക്കയുടെ എടുത്തിട്ടുണ്ട്. 3 ഇതുപോലത്തെ ഒരു 3 ഏലക്കയുടെ എടുക്കുക. 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ. ഞാൻ 3 എടുക്കണുള്ളൂ എന്ന് മാത്രം. 3 എടുത്തിട്ടുണ്ട്. ഇട്ടിട്ടൊന്ന് നമുക്ക് മിക്സിയിലിട്ടടിക്കാം. ഓക്കെ, മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കണം. അത് ആദ്യം തന്നെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ദിൽവാലെ കുച്ചിനേക്കിയാവും. നമുക്ക് മിക്സി ഒന്ന് ഇതൊന്ന് കഴുകിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചിട്ട് വേണം നമുക്ക് പരിപാടി ചെയ്യാനായിട്ട്. ഇതിലേക്ക് ഇത് കട്ട പോലെ ഉണ്ടാവുമല്ലോ, നമുക്ക് സോഫ്റ്റായിട്ട് വേണമല്ലോ ഈ കിണത്തപ്പം ഉണ്ടാക്കണമെങ്കിൽ. ഇതിലേക്ക് നമുക്ക് മിക്സിയിലേക്കിട്ട് ഒഴിക്കാം. ഓക്കെ, നല്ല മണമുണ്ട്. ഈ പഞ്ചസാരയുടെ അടിയിൽ വന്ന് കിടക്കുക ഗൈസ്. നമുക്ക് എല്ലാം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ. ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുക. പഠിച്ചെടുത്തത് ഞാൻ എന്തായാലും മിക്സിയിലിട്ട് അടിച്ചിട്ട് ബാക്കി ഞാൻ കാണിക്കാം. ഓക്കെ ഗൈസ്, ഞാൻ മിക്സിയിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചൂടൊക്കെ വരുന്നുണ്ടല്ലോ. ഇവിടുന്ന് ചൂട്. ഞാൻ ചൂടുവെള്ളത്തിൽ അറിയണ്ട അമ്മ, ഞാൻ ചൂടുവെള്ളത്തിലിട്ടിട്ട് അങ്ങനെ അടിച്ചു തോന്നുന്നുണ്ട്. നല്ല മണം. നമുക്കിനി ഈ അരിപ്പെടുത്ത് കഴുകിയിട്ട് വേണം അരിക്കണമെങ്കിൽ. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പാത്രം കഴുകി നമ്മളെടുത്തിട്ട് ഇതിലേക്ക് അരിച്ചെടുക്കണം. നമ്മുടെ എൻ്റെ ഒരു കഷ്ടപ്പാട് നോക്കുക ഈ സംഭവം. അരിച്ച് ഈ ഏലക്കയുടെ ഈ സംഭവം ഉണ്ടല്ലോ, ചിലവർക്ക് ഇതിൻ്റെ അരിച്ചെടുക്കണം. എന്താ വെച്ചാൽ ഏലക്കയുടെ കടിക്കാൻ കിട്ടും. കിണ്ണത്തപ്പത്തിൽ അങ്ങനെ കടിക്കാൻ കിട്ടാറില്ല. അതിൽ ജീരകം മാത്രമല്ലേ കിട്ടാറുള്ളൂ. ഈ സംഭവം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ
ഈ സംഭവം ഞാൻ കടിച്ച് കെട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് ഒന്ന് അരിച്ചെടുത്തു മാത്രം. അരിച്ചെടുത്തപ്പോൾ നമുക്ക് ഇതാ ഈ രൂപത്തിൽ കിട്ടി ഗൈസ്, കണ്ടോ. ഇതിലേക്ക് നമുക്ക് ജീരകം ചേർക്കണം. നല്ല ജീരകമാണേ, പെരുംജീരകം ചേർക്കരുത്. നല്ല ജീരകം കുറച്ച് കാണിച്ചേ, ഒരു മിനിറ്റ്. നല്ല ജീരകം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി വേണമെങ്കിൽ ചേർക്കാൻ, ജീരകത്തിന് കുറച്ച് കടിക്കാൻ കിട്ടണമൊക്കെ എനിക്കിഷ്ടമാണ് കടിക്കാൻ ജീരകം കേട്ടോ, നല്ലതല്ലേ കേട്ടോ. ഞാൻ അത്യാവശ്യം ജീരകം ചേർത്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു സ്പൂണ് വെളിച്ചെണ്ണ ചേർക്കണേ. നമുക്കിതാ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ചേർക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതാവട്ടെ. ഇതിങ്ങനത്തെ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ കൊണ്ട് നല്ല സ്മെല്ല്. ഒരു സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മളെ മെയിൻ ഘടകം. ദോയിച്ചുണ്ടാക്കണ്ടേ, അതിന് ഇഡ്ഡലി പാത്രം നമ്മൾ ആവിയിലല്ലേ ഇതാക്കിയെടുക്കുക. സക്സസ് ആയാൽ മതി ദൈവമേ, ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് സക്സസ് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ഇഡ്ഡലി പാത്രമൊക്കെ എടുത്തിട്ട് വരാം ഗൈസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും തോന്നുന്നുണ്ട് ഈ ശീലം. എൻ്റെ അമ്മ എന്നിട്ട് എപ്പോഴും ഇല്ല, നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഞാൻ അടുക്കളയിൽ വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ ഫുൾ ടൈം കൈ തുറച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒരു കിണ്ണം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇതിലേക്ക് നമ്മുടെ സംഭവം ഒഴിക്കട്ടെ, ഇങ്ങനെ ഒഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഒന്നാമത് ഇതിൻ്റെ കിണ്ണത്തപ്പിന് കനം കുറഞ്ഞിട്ടാണല്ലോ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുക. നമ്മൾ അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഒഴിക്കുമ്പോൾ ഇത് അങ്ങോട്ട് കൂടെ ഓടും. എല്ലായിടത്തേയും മോനെ പോട്ടെ പോണി ഒരു ചെരുവുള്ള ഇതായോണ്ടേ അങ്ങോട്ട് കൂടെ പോകുമെന്ന് വിശ്വസിക്കുന്നു. ഇഡ്ഡലിപ്പാത്രത്തിനാണോ ചെരുവ്? അത് ഇത് പോയി കട്ടി മറ്റേ ഇതാവും തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് പരിപാടി തുടങ്ങാം. നല്ല മഴ പെയ്യുന്നുണ്ട് ഗൈസ് പുറത്ത്. ഒരു മൂടി അവിടെ മൂടിയില്ലാണ്ട് എന്ത് പരിപാടി അല്ലേ. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. എന്താവും എന്തൊന്നും എനിക്കറിയില്ല. ശരിയാവും, ചിലർ റെഡിയാവും, ചിലർ റെഡിയാവില്ല. എൻ്റെ റെഡിയാവും എന്ന് വിശ്വസിക്കുന്നു. നല്ല മഴ പുറത്ത്, നല്ലോണം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എന്താ കഥ അല്ലേ, നല്ല മഴ. വെയിലാണെങ്കിൽ നല്ല വെയിൽ, മഴയാണെങ്കിൽ നല്ല മഴ. എന്താ അവസ്ഥ? ഇതൊക്കെ ഒന്ന് ഞാൻ വൃത്തിയാക്കട്ടെ. അമ്മ വരുമ്പോൾ സർപ്രൈസ് ആവും. ഞാനിത് ഉണ്ടാക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അമ്മേനെ ഒന്ന് ഞെട്ടിക്കാം നമുക്ക്. പക്ഷെ ഇത് നന്നായില്ലെങ്കിൽ ഞാൻ ഒന്നും അറിയാത്ത പോലെ കൊണ്ട് കളയും. എന്നെ അറിയണ്ട. നന്നായി മാത്രമേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യില്ല കേട്ടോ. നാശമായിട്ട് അമ്മയുടെ വെക്കണ തെറിയൊന്നും ഞാൻ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പാവം ഞാൻ. ഗ്യാസ് കെടൂ, ഗ്യാസൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാ കത്തണ. കാറ്റിൻ്റെ ഇതുകൊണ്ട് നമ്മളിവിടുത്തെ ഇത് തുറന്നിട്ടുണ്ടേ, നമ്മുടെ ജനല തുറന്നിട്ടുണ്ട്. അത് കാരണം നല്ല കാറ്റുണ്ട്. എന്തായാലും നമുക്കിവിടെ ക്ലീൻ ചെയ്യാനുണ്ട്. ക്ലീനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം ഗൈസ്. ഇതാ ഒന്ന് ആവി ആവട്ടെ. ഞാൻ വെറുതെ നിങ്ങളെ വർത്താനം പറഞ്ഞ് പോസ്റ്റ് അടിപ്പിക്കുന്നില്ല. ഓക്കെ, ഇത് ക്ലീനാക്കി ചുണ്ടര കുട്ടാപ്പനാക്കി ഞാൻ വരാം. ഇതാവട്ടെ, ഇതാവി വരുന്നുള്ള വിശ്വാസം. പുട്ടിനാവി വന്നില്ല എന്നുള്ള ഞാൻ പാട്ട് പാടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നു. ആവി വരൂ, വിസലടിക്കുകയും ചെയ്യണം പോലെ ആവി വരൂ. വരാടെ അവിടെ പോവാൻ. അങ്ങനെ ഇവിടെ മൊത്തം ക്ലീൻ ആക്കി ഗൈസ്. ഇനി ആവിക്കുള്ള വെയിറ്റിങ്ങിലാണ്. ആവി വരുന്നുണ്ട്. ഇതിപ്പം ഇനി ഇത് റെഡി ആയില്ലെങ്കിൽ നമുക്കിതിനെ വെള്ളം ഒഴിച്ച് കളയാം. അതായിരിക്കും നല്ലത്. ഇത് ശരിയായി കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും ഉണ്ടാക്കാം. ഇത് ശരിയാവാൻ നോക്കട്ടെ. എന്തായാലും ആവി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ സംഭവത്തിൽ നിന്ന് ആവി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്താവോ എന്തോരോന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് നോക്കാമല്ലേ. ഗ്യാസ് ഒന്ന് കുറച്ച് വയ്ക്കാം. ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് കുറച്ച് വയ്ക്കണമല്ലേ. ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. സംഭവം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ടില്ലേ. എന്തായാലും സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ റെഡി ആവില്ല എന്ന് വിചാരിച്ചത്. ടേസ്റ്റ് ഉള്ളത് എനിക്കറിയില്ല, ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ചൂടാറിയിട്ട്, നന്നായി ചൂടാറിയിട്ടാണ് അതൊന്ന് മുറിക്കണമെങ്കിൽ. ആദ്യം ചൂടാറട്ടെ, എന്നിട്ട് മുറിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ഇട്ട് നോക്കാം. ചൂടാറിയിട്ട് നിങ്ങൾക്ക് ഞാൻ എല്ലാം കാണിച്ചു തരാം കേട്ടോ. ബാക്കി എന്തോ പേടിയുണ്ട് എനിക്ക്. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാൻ എന്താ സംഭവമൊക്കെ റെഡിയാക്കി മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര ടെൻഷനിലാണ് ഗൈസ്. ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സംഭവം ഉണ്ടാക്കി നോക്കുന്നത്. കണ്ടാ
ടൻ ടടാൻ. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാട്ടെ ഇതിൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന്. വെയിറ്റ് റൈസ് അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി കഴിച്ച് നോക്കാം ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണ് കേട്ടോ. കുറേ ജീരകമൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ജീരകം കടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഒരു മിനിറ്റ്. ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്കിത് എന്നാവുന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് കഴിച്ച് നോക്കാം. ഞാൻ ഉണ്ടാക്കിയ സംഭവം സത്യം പറയാൻ വെച്ചാൽ ഞാൻ എല്ലാ മാവും കോരി വെച്ച് ഉണ്ടാക്കിയിട്ടോ. നശിക്കുകയാണെങ്കിൽ നശിക്കട്ടെ എന്ന് വെച്ചിട്ട്. എന്തായാലും മാവ് കഴിവെടുത്തുണ്ടല്ലോ. ഇത് ഞാൻ എന്തായാലും കഴിച്ച് തീർക്കും. നന്നായില്ലെങ്കിൽ നന്നായി പിന്നെ ഞാൻ എല്ലാവർക്കും കൊണ്ട് കൊടുക്കും. നോക്കട്ടെ, നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഞാൻ കൂടുതൽ നീട്ടി സംസാരിച്ച് പോകുന്നില്ല. ഞാൻ കഴിച്ച് നോക്കട്ടെ. ചെറുത് കഴിച്ചോക്കോട്ടെ വലുത് കഴിച്ചോക്കോട്ടെ? ചെറുത് കഴിച്ച് നോക്കാം അല്ലേ? ഓക്കെ, നമുക്ക് ചെറുത് കഴിച്ച് നോക്കാം. ശരിക്കും കടയിൽ നിന്ന് വാങ്ങണ കിണ്ണത്തപ്പില്ല അതന്നെ. ഞാൻ എത്ര വലിയ സംഭവമായി ഗൈസ്, എന്താ ചെയ്യാം. പല വിളവനും അടിപൊളി സാധനം, അടിപൊളി. ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഇത്രയും കഴിവുണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ ഒരു ഷെഫാവാൻ പോകും ഗൈസ് ഇനി. എന്ത് ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ അമ്മ വരുമ്പോൾ ഞെട്ടും. ഞാൻ അമ്മയ്ക്ക് കാണിച്ചോളാം റിയാക്ഷൻ. അമ്മ കഴിച്ചിട്ടുള്ള റിയാക്ഷൻ നമുക്ക് പറയാം എങ്ങനെയാണെന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അമ്മ എന്താ പറയണമെന്ന് അറിയില്ല. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കി. നല്ല സാധനമാണ്, അടിപൊളി സാധനമാണ്. അപ്പം ഞാൻ എന്തായാലും അമ്മ വരട്ടെ. അമ്മ വന്നിട്ട് ഞാൻ അമ്മയ്ക്ക് ടേസ്റ്റ് നോക്കിയിട്ട് എന്താണെന്നുള്ള അഭിപ്രായം പറയാം. അമ്മ അഭിപ്രായം പറയട്ടെ. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഉണ്ടാക്കിയാൽ ഞാൻ എപ്പോഴും പറയും നല്ലതാണ്. പക്ഷേ വേറൊരാൾ നമുക്ക് അമ്മ നമ്മളോട് അല്ലെങ്കിൽ വരക്ക ചേച്ചിയോ അല്ലെങ്കിൽ പറയുമ്പോഴാണല്ലോ നമുക്ക് സാധനം കൊള്ളാം, നമുക്ക് ഇനിയും ട്രൈ ചെയ്യാനായിട്ട് തോന്നുക. എന്തായാലും സംഭവം എനിക്കിഷ്ടപ്പെട്ടു. അടിപൊളി സോഫ്റ്റ്. കൊള്ളാം. കറക്റ്റ് മധുരമാണ് കേട്ടോ. മധുരമാണ് എനിക്ക് കറക്റ്റായിട്ട് തോന്നാൻ. 4 സ്പൂൺ ഞാൻ പഞ്ചസാര ഇട്ടുള്ളൂ. കറക്റ്റാണ്. സൂപ്പർ. അപ്പോൾ ഗൈസ് നമ്മുടെ അമ്മ വന്നിട്ടുണ്ട്. നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഗൈസ് അമ്മ എത്തിയത്. അമ്മ വാ. അമ്മ വരുന്നില്ല ഗൈസ്. കുറേ നേരമായി ഞാൻ വിളിക്കുന്നു. എൻ്റെ ആ കിണത്തപ്പം എന്ത് മണം എന്ത് രുചി, എന്ത് മണം എന്ത് രുചി എൻ്റെ കിണത്തപ്പം. മോളെ സാരൻ അമ്മ അവിടെ ഇട്ട് വാ. ലിപ്പ് അതവിടെ ഇട്ടിട്ട് അഭിപ്രായം പറയത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂന്നക്ക്. ബാഗ് തുറന്ന് സിബ് തുറന്ന് കളിച്ച് നിൽക്കുക. എന്നാ തുറക്ക്, ഇത് പിടിക്കി കഴിച്ചോക്ക്. നന്നായില്ല. ഉണ്ട് കറക്റ്റ്. എന്തിന്റെ ടേസ്റ്റാ കിടത്തപ്പായ കടാ ജീരകം ഇട്ടുണ്ടല്ലേ? ജീരകം ഇട്ടാ നന്നായില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരോടും ഉണ്ടാക്കി നോക്കാൻ പറയാമേ. നല്ല ടേസ്റ്റ് പറ. ഉണ്ടാക്കി നോക്കിക്കോളൂ നിങ്ങൾ കുട്ടി ഉണ്ടാക്കിയ പോലെ. അതെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.